അപ്പൊ എനിക്ക് അവസാനം ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ ഒരു പ്രശ്നം ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു കൂട്ടാളുണ്ട്, ഈ പറയുന്ന മീഡിയാസ്, സോ കോൾഡ് മീഡിയാസ്, അവരോട് എന്താണ് പറയാനുള്ളത് ഈ ഒരു വാർത്തയുടെ സത്യാവസ്ഥ അറിയാതെ ചെയ്തതിനെ പറ്റി? അല്ല, ഇതിപ്പോ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഈ പറയുന്ന പോലെ മാധ്യമ ധർമ്മമൊന്നും ഇല്ല. കാരണം അവർക്ക് ഒരു സാധനം കിട്ടി, അത് എല്ലാവരും അടിച്ചാണ്ടിറക്കി. അത് ഇനിയിപ്പോ അല്ലേ ഓക്കെ കഴിഞ്ഞു, ഇത്രയുള്ളൂ. അതിന് പറയാ ഇപ്പൊ എന്തോരം കേസ്. അല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സംഭവിച്ചു, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരെ കയറേണ്ടി വന്നു. പക്ഷെ ആ ഒരു ന്യൂസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഇതിന് ഇപ്പൊ കേസ് ഒത്തുതീർപ്പായതും ഇതല്ല സത്യം എന്നുള്ളതും ഇവര് ഇതുവരെ എവിടെയും കൊടുത്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, അത് അവരുടെ എന്തോ അല്ല, ഇപ്പൊ ഇപ്പൊ നമ്മളില്ല, ഇപ്പൊ ഇവന്റെ ഇപ്പൊ ഈ കേസ് ഇത് കണ്ടു അപ്പൊ തന്നെ കൊടുത്ത ഒരുത്തരുണ്ടല്ലോ, അവൻ ഈ പറയുന്ന പോലെ അവനും നാളെ ഇത് തന്നെ സംഭവിക്കും. അവൻ ഇപ്പൊ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അത്ര നേരത്തെ പ്രശ്നം ഒരു ന്യൂസ് ആക്കിയിട്ട് അത് കൊടുത്തില്ലേ, അവന്റെ ഫാമിലിക്കും ഇത് തന്നെ സംഭവിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ എന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരാളെ അകത്താക്കാൻ വേണ്ടി പ്രവൃത്തി ചെയ്ത ആൾക്കാർ, അവർക്കും ഇത് തന്നെ സംഭവിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. അതല്ലെങ്കിൽ ദൈവം നമ്മൾ കാണിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഇതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ. ഇവര് തമ്മിൽ ശരിക്കും പറഞ്ഞ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനിടയിൽ കളിച്ച് കുറെ ആളുകൾ കളിച്ച് ആണ് ഇത് ഇത്രയും വലിയ വിവാദമാക്കി മാറ്റിയത്. അപ്പൊ എന്തായാലും ഇവര് തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഇവര് നല്ല രീതിക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതറിയാതെ നിങ്ങൾ ഇതിനെപ്പറ്റി വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെയും കേസെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ലേ വക്കീല് പറഞ്ഞത്? അപ്പൊ അതായത് കാരണം ഇത് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ വിഷ്ണു കൊച്ചിക്കാരൻ വന്നിട്ട് പറഞ്ഞ് അവനാണ് ഈ പ്രശ്നം സോൾവ് ചെയ്തെന്നുള്ള രീതിയിൽ ആറാട്ടണ്ണനെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിച്ചെന്ന് വെച്ച് അത് വക്കീല് കണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു കൊച്ചിക്കാരൻ കൊണ്ടുവന്ന വക്കീലാണെന്ന് ഓർക്കണം. ഇതെന്താണ് ആറാട്ടണ്ണൻ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു വിഷ്ണു കൊച്ചിക്കാരനെ വിളിക്കാണ്ട് ഡയറക്റ്റ് എന്നെയാണ് വിളിച്ചത്. അത് റീച്ച് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ പറയുന്ന മാധ്യമപ്രവർത്തകരും ഈ പറയുന്ന വ്യക്തികളും എനിക്കറിയില്ല. അപ്പൊ അത് കാര്യം തന്നെ എനിക്കിപ്പോ എന്തെങ്കിലും ജെറ്റ്ലിയ അവനടുത്ത് ഞാൻ പറയണ്, ജെറ്റ്ലിയ ആയാലും അവൻ്റെ അടുത്ത് ഞാൻ പറയണ് ഇതാണ് കാര്യം. ജെറ്റ്ലിയ അവൻ്റെ അടുത്ത് പറയണ എന്ത് പണ്ടാക്കി അവന്റെ പേരെന്ന് അറിയാമോ, അവൻ്റെ അടുത്ത് പറയണ് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാൻ പാടില്ലെങ്കിൽ വെറുതെ കയറിയിട്ട് പിന്നെ അതുമല്ല ഇവൻ ഈ പറയുന്ന പോലെ തെണ്ടികൾ എന്ന് വിളിക്കാനായിട്ട് ഒരു പ്രാവശ്യം പോലും കാണാത്ത ആളുകളെയൊക്കെ എന്ത് ബന്ധത്തിലാണ് ഇവൻ ഈ പറഞ്ഞത്? എന്താ അസുഖമാണ് അവന് തിന്നിട്ട് ഇരിക്കാൻ പറ്റാത്ത അസുഖം. അതാണ് എനിക്ക് മനസ്സിലായത്. അല്ലാതെ വേറെ ഒന്നുമല്ല. വെറുതെ നമ്മുടെ വീഡിയോസ് നോക്കിയാ അറിയാം, വെറുതെ ആരെങ്കിലും അവരെ പോയി അപ്പൊ പുള്ളിക്ക് ഒരു ആശ്വാസം മാന്തമെങ്കിൽ മാന്തട്ടെ. പക്ഷെ നമ്മള് ഈ പറയുന്ന ബ്രെറ്റ്ലീനൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ തിയേറ്ററിൽ വന്നിട്ട് സംഭവങ്ങൾ കാണാനുള്ളതാണ്. അത് നിങ്ങളായിട്ട് ഒരിക്കൽ പോലും സംസാരിക്കാത്ത ബ്രെറ്റ്ലിയ അവന്റെ അടുത്ത് അവന്റെ അടുത്ത് ഞാൻ പറയണേ, ഇത് അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ ഒരു മിണ്ടാതിരിക്കുക. ഇപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഈ കാര്യങ്ങൾ നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തോ, പക്ഷെ അതിനുള്ള കാര്യങ്ങൾ നീ അറിഞ്ഞു വെച്ചിട്ട് കാര്യങ്ങൾ പറയാൻ നോക്കും. റിയാക്ഷൻ വീഡിയോസ് നല്ലതാണ്, പക്ഷെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും അറിവുണ്ടാവും, അതിനെപ്പറ്റി കുറച്ചെങ്കിലും അറിവുണ്ടാവും, അതിനെപ്പറ്റി ജെന്യുവൻ ആയിട്ടുള്ള കാര്യം അറിവുണ്ടാവും. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ അവിടുന്ന് കേട്ടു ഞാൻ കേട്ടത് ഇങ്ങനെയാണെന്നും പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ എവിടുന്ന് ആരെ പറഞ്ഞെന്നാവുന്നുള്ള രീതിയിൽ പെരേരയ്ക്ക് 2000 രൂപ കിട്ടണുള്ളൂ എന്ന് അവനോട് ചോദിച്ചു. ഞാനായിട്ട് പറയാനുള്ള പെരേരയ്ക്ക് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ അവനെതിരായിട്ട് ഇത് കൺവിൻസ് ചെയ്ത് നമ്മൾ കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല. ഇവൻ നിന്റെ അടുത്ത് കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് കൺവിൻസ് ചെയ്യേണ്ട ഒരേ ഒരാൾ അലിൻ ജോസ് പെരേര മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പൈസയുടെ കാര്യം ഞാനും അലിൻ ജോസും പെരേര മാത്രമായിട്ടുള്ള കാര്യമാണ്. അത് നീയും അല്ലെങ്കിൽ നിന്റെ വേറെ ആരും ഒന്നും ചോദിച്ചിട്ടൊരു കാര്യമില്ല. ഞാനും അലിൻ ജോസ് പെരേരയുള്ള കാര്യം എനിക്ക് അവന് മാത്രം അറിയാന്നുള്ള സംഭവമാണ്. സോ വെറുതെ പുറത്തുനിന്ന് കാര്യം അവന് എത്ര കിട്ടി ഇവന് എത്ര കിട്ടി എന്ന് പറയേണ്ട കാര്യം നിങ്ങളുടെ മാറ്ററേ അല്ല. നിങ്ങൾ ഇതിലില്ല. അല്ല, അവനതിൽ ഉണ്ടാവട്ടെ, അവനത് വരണം, അതിലേക്ക് കയറി വരണം എന്നാണ് എനിക്കൊരു കാര്യമുണ്ട്. അപ്പൊ ശരിയെന്നാ, വളരെ സന്തോഷം. മനസ്സിലാക്കാൻ പറ്റിയത് നന്ദി.